ബേബി ബേബി എന്താടാ ബേബി തുറന്നേടാ. ആ പോ. അതല്ല, ഇതെനിക്ക് വേണ്ടി വിട്ടിയതല്ല. നീ നോക്കിയേ, ഇന്നലെ എന്താണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വെളുപ്പിനെ കിടക്കപ്പായി വന്ന് പൊക്കി പറഞ്ഞപ്പനെ നമുക്ക് ആവശ്യമുള്ള കാശിരാന്ന് പറഞ്ഞെന്ന്. പക്ഷെ പുള്ളിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻ എന്ത് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, കാശ് ഞാൻ തരാം, പക്ഷെ നിന്റെ കൂടെ ഞാനും വരും. ഈ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ അതാണ് നല്ലത്. സമ്മതിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ, ചെലവാകണ കാശിന്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും, എന്റെ ചെലവ് ഉൾപ്പെടെ. അതും സമ്മതിച്ചു അല്ലടാ. എടാ, കൂടി വന്നാൽ 1-2 ലക്ഷം രൂപ ചെലവാകും. 4 ലക്ഷം തിരിച്ചു കൊടുക്കണം. 80 ലക്ഷം പോണക്കാട്ടി നല്ലതല്ലേ? ആലോചിച്ച് സമയം കളയാനൊന്നുമില്ല. നീ ഉറപ്പിക്ക്. പറയടാ. നീയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ട് നീ സഹായിക്കാന്ന് വിചാരിച്ചപ്പാ നിനക്കൊക്കെ തള്ളിപ്പ്. എന്റെ പാട്ടി തരും കാശ്, ഞാൻ പോണാണ്. അല്ലല്ല, ഞങ്ങൾ സമ്മതിച്ച്. ചേട്ടാ, എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ് തന്നേ. ഐശ്വര്യമായിട്ട് കൊടുക്ക്. എല്ലാം ഞാൻ പറ്റിലെഴുതും. എഴുതിക്കോ. ഇപ്പൊ തന്നെ 20,000 രൂപയില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കാൻ പോണ ഒരു കള്ളൻ. ശരി, അഡ്വാൻസ് ഇവിടെയും ചെലവൊക്കെ ഇല്ലേ? ഇതിട്ടാണ് തുടങ്ങണത്. എന്തായി മുരളി, അവന്മാര് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാണ്ട് ഞാൻ ആരാ മോൻ? പിന്നെ മുരളി, ഇവര് പെട്ടെന്ന് ലോട്ടറി കൊണ്ടുവന്നാ അടുത്ത ഫ്ലൈറ്റിൽ കയറി മുരളി മോനമ്പത്തേക്ക് പോരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസോന്റെ കേസിൽ അകത്തും പോകും. ഇവരെ കയ്യിൽ നിന്ന് അധികം പലിശ വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് മുരളി മാക്സിമം ലാഗ് ചെയ്യിപ്പിക്കണം. ഓക്കെ ജാക്സൺ. മുതലാളി, ഹൗസോന്റെ ബോഡിയെ ആരുടെ? നമുക്ക് ഇയാളെ അറിയേ ഇല്ലല്ലേടാ ജാക്സ. എന്തോരം കോഴിയുണ്ടായ മനുഷ്യനാണ്. ഒരു ചിക്കൻ കാല് പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പുള്ളിക്ക്. ഒന്ന് മുണ്ടാണ്ടിരിക്കടാ. അതെ ചേട്ടാ, അത് പൊക്കോട്ടെ. ചേട്ടാ ഒന്ന് വണ്ടി വിട്. എയർപോർട്ടിൽ എത്താൻ വൈകണ്ട. അത് ശരിയാണ്. എല്ലാ ട്രാവൽസ് മുഴുവൻ തലങ്ങും വിലങ്ങും വിളിച്ചിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. നീ ഫ്ലൈറ്റ് മിസ്സാക്കണ്ടേ? പീറ്ററെ, എടാ ലോട്ടറി അവനെ അടിച്ചുകൊണ്ട് പോയാന്നുള്ളത് അലക്സാണ്ടറേട്ടനോട് പറയണോ? എനിക്കെന്തോ പേടിയോലെ. നീ എന്ത് വർത്താനാണ് ഈ പറയണത്? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വന്ന് പടി വതുക്കി നിൽക്കുമ്പോഴേ ഈ വർത്താനം പറയണത്. അയാൾക്ക് ഭ്രാന്താവൂട്ടാ. നിനക്ക് ആ ലോട്ടറി കൊണ്ട് നേപ്പാളിനെ കണ്ടുപിടിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഏറ്റി. ഉറപ്പാണ്? ജാക്സ, വണ്ടി വീട്ടിൽ കൊണ്ട് ഷെഡിൽ കൊണ്ടിട്ടേക്കണം. പിന്നെ അവിടം വരെയുള്ള കിലോമീറ്റർ എത്രയാന്ന് വിളിച്ച് പറയണം. കണക്കിൽ എഴുതാനാ. അതുപോലെ ഞാൻ തിരിച്ചു വരുന്നവരെ വണ്ടിമേ തൊട്ട് പോരുത്. എവിടെയെങ്കിലും പോണെങ്കിൽ നടന്നു പോയാൽ മതി. സ്റ്റോപ്പ്. നിനക്കിരിക്കട്ടെ പൊന്നാടാ. എന്റെ മോന്ത കണ്ട നാട്ടുകാർ അപ്പ കടം ചോദിക്കും. അതാ തോർത്തിട്ടത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടടാ. വേറെന്ത് വിചാരിക്കാൻ? അപ്പൊ ഇരട്ടി 1500.
आप इसे कहीं देखा है? देखो പരിഞ്ഞപ്പാ ദേ ഇതാണ് തമേൽ. ठीक है हजूर. തമേൽ കാഠ്മണ്ഡുവിലെ പട്ടായ സുഖവാസ കേന്ദ്രം. हाय गुड मॉर्निंग. ഭയങ്കരമായ പ്രലോഭനങ്ങൾ ഉണ്ടാവും, പക്ഷെ പരിഞ്ഞപ്പം വീഴരുത്. എന്റെ കാര്യം നോക്കണ്ട, ഞാൻ വീഴും. ഷോട്ട് ആളെ കിട്ടിയടാ. ആരെ കിട്ടിയാന്ന്? അല്ലേട്ടാ അവന്റെ വീട്ടിലേക്കുള്ള വഴിയേ. എന്താ വഴി അറിയാൻ പാടില്ലേ? വഴി അറിയാം, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ അവിടെ നമ്മുടെ KCB-കാരല്ലേ അവര് കുഴി കുത്തിയിട്ടേക്കണേ. മുട്ടക്കുഴിയാണോ? KSB-ക്കാരാ? അപ്പൊ സമയം കുറെ എടുക്കും. പണിതോട്ടെ സമയം എടുത്ത് നന്നായിട്ട് പണിതാ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലട്ടാ, നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി? നീ ഇപ്പൊ എന്ത് ചെയ്യോടാ? പരിഞ്ഞപ്പാ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു നേപ്പാളി ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഫോളോ മീ. ചായ മാത്രമുള്ള കടി ഉണ്ടോ? ചിലപ്പോ കടിക്കേണ്ടി വരും. അത് എഴുതാനാണ്. അതൊക്കെ അവിടെ പോയിരുന്നിട്ട് എഴുതി, ഇത് പോക്കറ്റിലിട്ടെ. വാ. എവിടെ ഇത് എന്ത് വലിയ കടയടാ, നമുക്ക് വല്ല ചെറിയ കടയിൽ പോയപ്പോരെ? ശരിയാണല്ലോ. ഇവിടെ സാധാരണ മണിച്ചേരന്റെ ചായക്കടയിൽ പോയി 10 രൂപയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് വല്ല ലാഭം ഉണ്ടാ? 10 രൂപയുടെ ചായ കുടിച്ചാൽ 20 രൂപ കിട്ടും. അതേസമയം നമ്മൾ ഇവിടെ വന്ന് 200 രൂപയുടെ ക്യാപ്പിച്ചിന് കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് 400 രൂപ കിട്ടൂലേ? അതും ശരിയാണല്ലോ. എന്റെ പൊന്നു പരിഞ്ഞപ്പ. പരിഞ്ഞപ്പാ ഒന്ന് സൂക്ഷിച്ചിങ്ങോട്ട് നടക്ക്. പരിഞ്ഞപ്പന് ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അങ്ങനൊന്നും ഞാൻ വീഴൂലടാ. കമന്തുകൂടെ കാപ്പണമെന്ന് കേട്ടിട്ടില്ലേ? അതാ അലക്സാണ്ടർ എനം. എടാ സോമ, വെള്ളം കുറച്ചൊരു 3 ചായ. അതെ 3 ചായ. അങ്ങനെ हुन्छ कति चाहियो रे? മാപ്പ് നോക്കി പറയാം. ഏതാടാ മഹർഷി? ഞാൻ ഉള്ളപ്പോ നിങ്ങൾ പേടിക്കണ്ട. ഏ നമ്മളിപ്പോ ചായ കുടിക്കാൻ വന്ന സ്ഥലം കാഠ്മണ്ഡുവിൽ ഇവിടെ ഇട്ട് വരും. നീ ഒന്ന് മാപ്പ് മടക്കി വെച്ചടാ. വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എന്താണ്ടാ? അല്ല അങ്ങോട്ട് പോകാനുള്ള വഴിയേ. എടാ അങ്ങോട്ട് പോകാനുള്ള വഴി KSB-ക്കാർ നന്നാക്കിക്കൊണ്ടിരിക്കണല്ലേ? അവര് നന്നാക്കി കഴിഞ്ഞിട്ട് പോയാ പോരെ? എന്തായാലും ലോട്ടറി അവിടെ ഉണ്ടല്ലോടാ. സാധനം അവിടെ ഉണ്ടല്ലോ, പക്ഷെ ലേറ്റ് ആവൂലേ? പരിഞ്ഞപ്പന്റെ ബിസിനസ് കിടക്കാറാവൂലേ? എന്റെ വിധി. ഞങ്ങൾക്ക് വേണ്ടി പരിഞ്ഞപ്പൻ എന്തിനാ ഈ നഷ്ടമൊക്കെ വരുത്തി വെക്കണത്? ഞങ്ങൾക്ക് കുറച്ച് കാശ് തന്നിട്ട് പരിഞ്ഞപ്പ പോയിക്കോ, ഞങ്ങൾ പുറകെ വന്നോളാം. അല്ലടാ? എനിക്ക് കുറച്ച് നഷ്ടമൊക്കെ വരും, എന്നാലും നിങ്ങളുടെ ഈ ഇടപാടുണ്ടല്ലോടാ, അത് ഞാൻ നിർത്തിക്കോളാം. നീയൊക്കെ ഒന്ന് അറിഞ്ഞ് ചെലവാക്കിയാ മതി. ഈ കൂലിക്കും ഞങ്ങോട്ട് വേണം. ചേട്ടാ ഒരു മിനിറ്റ്. ഇങ്ങ് വന്നെടാ. എടാ അവനെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കണായിരുന്നു, നമ്മ എവിടെ പോയി തപ്പോന? ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവന് തപ്പാം. കാഠ്മണ്ഡു മുഴുവൻ കറങ്ങി അടിച്ചു നടന്നവൻ തപ്പാം, വിത്ത് മ്യൂസിക്. അല്ലേടാ മൊത്തേ? सारो गाय को बाचो बीरई मारा. अरे भैया जाओ ना. മച്ചാനെ ഐ വിൽ കോൾ യു ട്ടാ. ജാ ഓക്കേ. നിന്റെ ഒരു ഡാൻസും പാട്ടും മനുഷ്യന്റെ വിഷമം നിനക്കറിയണ്ടല്ലേ? നീ കലാകാരന്മാരൊക്കെ ഇങ്ങനെ പോകാനിക്കില്ലേട്ടാ? എന്താ നിന്റെ വിഷമം? അവനെ കണ്ടുപിടിക്കല് അത്ര സിമ്പിൾ അല്ലടാ. എനിക്ക് ടെൻഷൻ ആയിട്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കണത്? ഇപ്പൊ കാഠ്മണ്ഡുവല്ലേ കഴിഞ്ഞുള്ളൂ. ഇനി പൊക്ര, ലുംബിനി, കർണാലി അങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങൾ കിടക്കണല്ലേ നമുക്ക് ഇറങ്ങാനായിട്ട്. കറങ്ങാനാ? അല്ല അവനെ തെരഞ്ഞടക്കാനായിട്ട്. അതല്ലടാ, ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു കുത്തല്. കുത്തലില്ലാത്ത സാധനം ഞാൻ മേടിച്ചു തരാന്ന്. തമാശ അല്ലടാ. ആ പറഞ്ഞപ്പോ എത്രയെന്ന് വെച്ചാൽ നമ്മള് പറ്റിക്കും. ഞാനുള്ള സത്യം പറയാൻ പോകും. എന്ത് സത്യം? അല്ല ടിക്കറ്റ് കട്ടുണ്ടോയെന്നും നമുക്ക് അവന്റെ വീട് അറിയില്ലെന്നുള്ളൂ. പരിഞ്ഞപ്പനോടാ ഒറ്റക്ക് ഏറ്റു വെച്ചിട്ട് ഞാൻ. നിനക്ക് അയാളുടെ സ്വഭാവം അറിയാമല്ലേട്ടാ? നീ മുനമ്പത്തോന്ന് ചോദിച്ചു നോക്ക്. അയാൾ വേറെ കബൂർ വഹിക്കലാണ്. നമ്മളെ രണ്ടാളും കൂടി അയാളെ പറ്റിച്ചെന്നറിഞ്ഞാൽ അയാൾ നമ്മളെ കുത്തിക്കൊല്ലും, വെടിവെച്ചു കൊല്ലും. അറിയാമോ? അല്ല എന്നാലും എന്തോരന്നാലുമില്ല. നിനക്കറിയാമോ അയാൾ നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 5 പൈസ ഉണ്ടാ. നമ്മൾ ഈ നേപ്പാളി കിടന്ന് തെണ്ടി തിരിച്ച് ചാവും. 10 പൈസ ഉണ്ടാ വെള്ളം കുടിക്കാനായിട്ട് നിന്റെ അടുത്ത്.